ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോളറിനൊക്കെ നമ്മൾ പലവിധം കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഹാൾട്ടർനെക്കാണ് കേട്ടോ. അപ്പോൾ 4 വയസ്സുള്ള കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹാൾട്ടർനെക്ക് ടോപ്പും അതുപോലെ തന്നെ പലാസോ പാൻറ്റാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഹാൾട്ടർനെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നെക്കിന് പ്രത്യേകം കട്ട് ചെയ്തെടുക്കുക ഒന്നും വേണ്ട. അതുപോലെ തന്നെ സ്ലീവ്ലെസ് ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിൽക്കി ജോർജറ്റിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ ഫോയിൽ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ പാൻറ്റിന് വേണ്ടിയിട്ട്, നമ്മൾ പലാസോ പാൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ 4 വയസ്സുള്ള കുട്ടിക്കുള്ള മെഷർമെൻറ്റ്സിൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചസാണ്. അപ്പോൾ ഞാൻ സീം അലവൻസിന് കൂട്ടിയിട്ട് 13 ഇഞ്ചസാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു ഹാൾട്ടർനെക്ക് ചെയ്യുമ്പോൾ ഇതിന് ഷോൾഡർ ലെസ് ആയിട്ടാണ് വരുന്നത്, സ്ലീവ്ലെസ് ആണ്. അതുപോലെ തന്നെ ഷോൾഡറും വരുന്നില്ല കേട്ടോ. ആ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമേ വരുന്നുള്ളൂ. എന്നാലും ഞാനിപ്പം സാധാരണ നമ്മൾ 4.5 ഇഞ്ചസാണ് ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷോൾഡർ ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോൾ അധികം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 3.5-4 ഇഞ്ചസ് വരെ നമുക്ക് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം മെഷർമെൻറ്റ്സ് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. അപ്പം ഇതുപോലെ ചെസ്റ്റ് ലെങ്ത്തും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ താഴെ ഭാഗവും ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേന്ന് ഇതുപോലെ ഒരു 1 ഇഞ്ച് ആ ഒരു കോർണറിലായിട്ട് കയറ്റിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു കർവായിട്ടാണ് നമ്മുടെ താഴെ ഭാഗം നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ കർവും കൂടെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഇപ്പം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 4 വയസ്സുള്ള കുട്ടികളുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ട് 2.5 ഇഞ്ചസാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് വേണം നമ്മൾ ഇതുപോലെ ആ ഒരു ആം ഹോളിലേക്ക് ഒന്ന് ചെരിച്ചൊന്ന് കർവിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2.5 ഇഞ്ചസാണ് 4 വയസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെക്കിൻ്റെ വിടുത്തായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ 5 ഇഞ്ചസാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഇവിടെ സീം അലവൻസിന് കൂട്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ചസ് ആയിട്ട് കൂട്ടിയിട്ട് 3 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഹാൾട്ടർനെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഷോൾഡറും കൂടെ ഒന്ന് റിമൂവ് ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. സാധാരണ യോക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. ആ നെക്കിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനോട് കൂടിയിട്ടാണ് നമ്മൾ ഇനി ആ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ലൈനിങ് പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു ഇതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസിന് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട്, ഒരു വി ഷേപ്പിൽ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. 1.5 ഇഞ്ച് ലെങ്ത്തും 1/2 ഇഞ്ച് വിടുത്തുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു വി ഷേപ്പിൽ ഡിസൈൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല വശത്തിന് മുകളിലായിട്ടാണ് ഈ ലൈനിങ് പീസ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു വി ഷേപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഓപ്പണിംഗ് കൊടുത്തിട്ട് ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഷോൾഡറിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇതിന് വേണ്ട. അതേപോലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതാണ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. 2 സൈഡും ആണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗമാണ് ഇനി ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നൊരു കോളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അതിൻ്റെ ലെങ്ത് ആയിട്ട് 17 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 5 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ കൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് നമ്മുടെ കുട്ടികളുടെ നെക്കിൻ്റെ വണ്ണത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിനെ നമുക്ക് ഇനി ടോപ്പിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രണ്ടും ബാക്കൊക്കെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഒരു ടോപ്പ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. അപ്പം ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ മിഡിലൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, വി കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം, അത് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സൈഡ് ഭാഗം ഇതുപോലെ ഈ ഒരു എഡ്ജിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് ഒരു ആൾട്ടർനെക്കിൻ്റെ ആ ഒരു ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു കോളറിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റേ ഭാഗം ഇപ്പോൾ ഞാൻ മടക്കി തയ്ക്കുന്നില്ല. അത് ഇത് ഓരോന്നും വെച്ചെടുത്തതിന് ശേഷമാണ് മടക്കി തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി മുകൾ ഭാഗം മാത്രമേ നമുക്ക് മടക്കാനുള്ളൂ കേട്ടോ. താഴെ ഭാഗം നമ്മൾ ഓൾറെഡി മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇനി താഴെ ഭാഗം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇതുപോലെ കൂട്ടിയാണ് തയ്ച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ആ കോളറിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ബാക്കിൽ ഞാൻ ഹുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു നെക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് സ്ലീവ്സും അതുപോലെ തന്നെ ഷോൾഡറും ഒന്നും വരുന്നില്ല. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഹാൾട്ടർ നെക്ക് എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് കൂടിയാണ് കേട്ടോ. കാരണം നമുക്ക് കോളറിന് പ്രത്യേക ഷേപ്പിലോ ഒന്നും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ താഴെ പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചെയ്താൽ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അംബർല പലാസോ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടോപ്പിൻ്റെ സെയിം പ്ലെയിൻ വരുന്ന ഒരു ക്ലോത്തിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 മീറ്ററിലാണ് ഞാൻ പാൻറ്റ് ചെയ്തിട്ടുള്ളത്. 1/2 മീറ്ററിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടോപ്പിൻ്റെ ഒരു ഭാഗമാണ് ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പലാസോ പാൻറ്റിലേക്ക് ഈ ഒരു ടോപ്പ് നല്ല ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു പാൻറ്റും ടോപ്പും ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.